നമസ്കാരം. ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും അധികം ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന മന്ത്രിമാരിൽ ഒരാൾ എം ലിജു ആണ് എന്ന് പറയേണ്ടി വരും. എം ലിജുവിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ്. പരാതികൾക്കും പരിഭവങ്ങൾക്കും ഒരിട പോലും നൽകാതെയാണ് ഈ എം ലിജു എന്ന് പറയുന്ന മന്ത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ പറയുന്ന പോലെ എക്സൈസ് വകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹം. എന്നാൽ ഇപ്പോൾ പുറത്ത് വരുന്ന ഒരു വാർത്തയുണ്ട്. അതായത് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ മന്ത്രി പോലും അറിയാതെ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില സമീപനം അദ്ദേഹത്തിൻ്റെ വകുപ്പായ എക്സൈസ് വകുപ്പിൽ കണ്ടിരുന്നു. അതായത് കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന, അവരുടെ എം ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടേതായ ചില തീരുമാനങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അതായത് മദ്യത്തിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തിരികെ നൽകിക്കഴിഞ്ഞാൽ 20 രൂപ അവർക്ക്, അതായത് ഒരു ഡെപ്പോസിറ്റ് എന്നുള്ള നിലയിലാണ് 20 രൂപ QR കോഡൊക്കെ വെച്ചിട്ട് മദ്യക്കുപ്പിയിൽ നിന്നും QR കോഡൊക്കെ ഉണ്ടാവും. അപ്പം അത് വെച്ചിട്ട് 20 രൂപ അഡീഷണലായിട്ട് ഈ ചെന്ന് മദ്യം വാങ്ങുന്ന ഒരാൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പിന്നീട് തിരികെ അദ്ദേഹം ഈ മദ്യമെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ് തിരിച്ച് ഈ ബോട്ടിലുമായി തിരികെ അവിടെ എത്തുമ്പോൾ അദ്ദേഹം അധികം കൊടുത്ത 20 രൂപ തിരികെ ഈ പറയുന്ന ആരാണോ മദ്യം വാങ്ങിയത് ആ ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് വലിയ ഫലപ്രദമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. പലരും അവിടെ വെച്ച് തന്നെ അവർ സ്വന്തം കുപ്പി കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് തന്നെ നമ്മളൊരു കോമഡി എന്നുള്ള നിലയിലൊക്കെ നമ്മളത് കണ്ടിരുന്നു. അവിടെ വെച്ച് കൊണ്ടുപോകുന്നു, അവർ തന്നെ ഇതിലെ കുപ്പിയിലേക്ക് ഒഴിച്ചു മാറ്റിയിട്ട് പിന്നീട് തിരികെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ തിരിച്ച് നൽകുമ്പോൾ അവർക്ക് 20 രൂപ കൊടുക്കുന്ന ഒരു രീതി. അപ്പം പിന്നീട് ഇത് കാര്യക്ഷമമായി തന്നെ നമ്മുടെ സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യക്ഷമമായി നടക്കുന്ന സമയത്ത് ഇത് പെട്ടെന്നൊരു തീരുമാനം അങ്ങ് എടുക്കുകയാണ്. അതായത് മന്ത്രി പോലും അറിയാതെ ഒരു എം ഡി പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. എന്നാൽ ആ പദ്ധതി ഞങ്ങൾ അങ്ങ് നിർത്തലാക്കാൻ പോവുകയാണ്. അതായത് ഈ മദ്യക്കുപ്പി വാങ്ങിക്കൊണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വാങ്ങിക്കൊണ്ട് 20 രൂപ ഈ ഉപഭോക്താവിന് തിരികെ നൽകുന്ന ഈ ഒരു നടപടി അങ്ങ് അവസാനിപ്പിക്കാൻ പോവുക. ആരോട് ചോദിച്ചിട്ട്? എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ഒരു മന്ത്രി കേരളത്തിനുണ്ട്. ആ മന്ത്രിയുടെ അനുമതിയോ അല്ലെങ്കിൽ ആ മന്ത്രിയുമായൊരു കൂടിക്കാഴ്ചയോ കൂടിയാലോചനയോ പോലും ഇല്ലാതെ സ്വന്തം നിലയ്ക്ക് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എം ഡി ചെയ്തിരിക്കുന്നത്. അതായത് ഈ പറയുന്ന അധികാരം ഏറ്റിയുടനെ സ്വന്തം നിലയ്ക്ക് മന്ത്രിയുടെ പോലും അനുമതിയില്ലാതെ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പം ഈ മാസം 6 മുതൽ കഴിഞ്ഞ ദിവസം മുതലാണ് ഈ ഒരു പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവം നിർത്തലാക്കുന്നു എന്ന് പറയുന്നൊരു പദ്ധതിക്ക് എതിരായി അല്ലെങ്കിൽ വന്നപ്പോഴേക്കും പലയിടങ്ങളിൽ നിന്ന് ഒരു വിമർശനമുണ്ടായി. അപ്പോൾ ഇത് യോഗേഷ് ഗുപ്തയാണ് ഇതിൻ്റെ കോർപ്പറേഷൻ MD എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്ത സമയത്ത് തീർച്ചയായിട്ടും എം ലിജു അതിനകത്ത് കാര്യമായി ഇടപെട്ടു. ഇങ്ങനെ ഒരു സ്വന്തം നിലയ്ക്ക് തീരുമാനം എടുക്കാനാണെങ്കിൽ എന്തിനാണ് പിന്നെ ഈ വകുപ്പിനൊരു മന്ത്രി എന്നുള്ള നിലയിൽ തന്നെയുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പം അതിന് കൃത്യമായി എം ലിജു പറയുന്നത് അതിന് ഏറ്റവും പദ്ധതിക്ക് എതിർക്കാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട്. ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മദ്യക്കുപ്പികളെല്ലാവരും തിരികെ ഇങ്ങനെ കൊണ്ടുവരും. ഈ കൊണ്ടുവരുന്ന മദ്യക്കുപ്പികളെല്ലാം അവിടെ ശേഖരിക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഈ പറയുന്ന ഒഴിഞ്ഞ ബോട്ടിലുകൾ നീക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം അവിടെ ഇല്ല. അതുകൊണ്ട് സ്റ്റോക്ക് കൂടുതൽ ഇറക്കി വെക്കാനുള്ള സ്പേസ് പോലും ഇല്ല. കാര്യം ഈ സ്റ്റോക്ക് ഇറക്കി വെക്കുന്നതിൻ്റെ സ്പേസ് കൂടി അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ വന്നിട്ട് ആ സ്പേസ് കൂടി പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണ് അവർ കാണുന്നത്. അപ്പം അതിനുള്ള ഒരു പോംവഴി എന്നുള്ള നിലയിൽ എം ലിജു അതിനുള്ള പോംവഴിയും കണ്ടുവെക്കുന്നുണ്ട്. ആ പോംവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്യക്കുപ്പികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഈ മദ്യക്കുപ്പികൾ ശേഖരിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ എം ലിജു പറഞ്ഞു കഴിഞ്ഞു. അപ്പം സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു കാര്യമാണ് ശരിക്കും എം ലിജു പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി MD യോഗേഷ് ഗുപ്തയെ ഇങ്ങനെ ചൂണ്ടുവിരൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഇത് നടത്തിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു ഓണം വരെ മാത്രമാണ് ഈ പദ്ധതി നിർത്തലാക്കി വെച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് പൂർണ്ണമായി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ യോഗേഷ് ഗുപ്തയുടെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അപ്പം ഇവർക്ക് പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടോ അതൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 2024 സെപ്റ്റംബർ മാസം 15 വരെ മുതൽ ഏകദേശം ഡിസംബർ 10 വരെയുള്ള കാലയളവിൽ ഏകദേശം 6.63 കോടിയോളം രൂപ
ഈ പറയുന്ന ബെബ്കോ, അതായത് ബിവറേജ് കോർപ്പറേഷൻ നമ്മുടെ ഉപഭോക്താക്കൾക്ക് തിരികെ നൽകി എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 6.5 കോടി രൂപയോളം ഏകദേശം 2024 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഗുണഭോക്താക്കളെ അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് എത്രത്തോളം പ്രയോജനകരമായി എന്നുള്ള കാര്യം നമുക്ക് നോക്കുക. അപ്പോൾ മന്ത്രി അറിയാതെ മന്ത്രിയുടെ വകുപ്പിൽ കയറി ചൊറിയാൻ നോക്കുക. ഇതിനു മുൻപും ഈ പറയുന്ന എം ലിജുവിൻ്റെ ഒരു രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എം ലിജു ഇതിനു മുൻപും അദ്ദേഹത്തിൻ്റെ ഇവിടെ മദ്യത്തിൻ്റെ എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രീസ് എന്ന് പറയുന്നൊരു മദ്യം, അപ്പോൾ ആ മദ്യത്തിൻ്റെ ബക്കാഡിയുടെ ഫ്രീസ് എന്ന് പറയുന്ന മദ്യത്തിൻ്റെ തീരുവ കുറയ്ക്കാൻ, എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നികുതി കുറച്ചു 251 നിന്ന് 120 കൃത്യമായി അത് മുഖ്യമന്ത്രിയുടെ മാത്രം ഇടപെടലായിരുന്നു. എന്നിട്ട് കൂടി മുഖ്യമന്ത്രി എടുക്ക പോലും തൻ്റെ അതൃപ്തി അറിയിക്കാൻ മടി കാണിക്കാത്ത ഒരു ശക്തനായ നേതാവായി മാറാൻ, അല്ലെന്നുണ്ടെങ്കിൽ തനിക്ക് ആരുടെ മുഖത്ത് നോക്കി എന്തും പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു തെറ്റും, ഒരു അഴിമതിയാകട്ടെ വേറൊന്നുമാകട്ടെ തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ലിജു എന്ന് പറയുന്ന ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നട്ടല്ലുയർത്തി ഏതൊരാളുടെ മുഖത്ത് നോക്കിയും ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം അക്ഷരാർത്ഥത്തിൽ എം ലിജുവിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പം യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ബെബ്കോയുടെ MD വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് തനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള അധികാരമില്ല, നിങ്ങൾ മന്ത്രി എന്ന് പറയുന്ന ഒരാളുള്ള സമയത്ത് മന്ത്രിയോട് കൂടിയാലോചന നടത്താതെ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തൻ്റെ ഇടത്തോടു കൂടി പറയാൻ ധൈര്യം കാണിച്ച ഒരു മന്ത്രിയായി എം ലിജു അറിയപ്പെടുമെന്നുള്ള കാര്യം തീർച്ചയാണ്.